അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മുഹാനി റളിയല്ലാഹു തആലയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാതിരാത്രി വന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കണം നബിയെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും അവിടെ നിന്ന് നേരെ കൂട്ടിക്കൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയും ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്ന വാഹനപ്പുറത്ത് കയറ്റി ഞൊടിയിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രയോ ഫർലോങ് വിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോകുന്നു. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്ന വഴി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല കാഴ്ചകളും കാണിച്ചു കൊടുക്കുന്നു. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി അവിടെ ബുറാഖിനെ ബന്ധിപ്പിച്ച് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാർക്കും ഇമാമായിട്ട് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിച്ച് അവിടെ നിന്ന് ഏഴാൻ ആകാശത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഏഴാൻ ആകാശത്തേക്ക് പോകുന്ന വഴിയിൽ ഓരോ ആകാശത്തും ഈസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ ഓരോ നബിമാരെ കണ്ടുമുട്ടുന്നു, അവരുമായി സംഭാഷണം നടത്തുന്നു, അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹൃദം പുലർത്തുന്നു. അതിനുശേഷം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന അതിവിശാലമായ അള്ളാഹുവിൻ്റെ അജായിബുകൾ, അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മലക്കുകളുടെ പ്രവേശന സ്ഥലം കഴിയുന്നു, ഇനി മലക്കുകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മലക്കുകൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് ഇനി അങ്ങ് തനിച്ച് കടന്നു പോകണം, എനിക്ക് അനുമതിയില്ല. അങ്ങനെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുന്തഹ കടന്ന് രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കാണാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹളീറത്തുൽ ഖുദ്സിലേക്ക് പോവുകയും അള്ളാഹുവിനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവുമായിട്ട് സംഭാഷണം നടത്തി. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സമ്മാനം ഈ സമുദായത്തിന് സമർപ്പിച്ച് 50 വക്ത് നിസ്കാരവുമായിട്ട് തിരിച്ചു വരുന്നു. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പല തവണകളിലായി ഇടപെട്ട് അത് കുറപ്പിച്ച് 5 വക്ത് നിസ്കാരവുമായിട്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നേരെ മസ്ജിദുൽ ഹറാമിലേക്കും എത്തുന്നു. നേരം പുലർന്നപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അത്ഭുതങ്ങൾ മുഴുവനും കണ്ട് തിരിച്ചെത്തിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ഇത് ജനങ്ങളോട് പറയണമെന്ന്. സ്വാഭാവികമായിട്ട് തായിഫിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ തന്നെ പരിഹാസവും ആക്ഷേപങ്ങളും വല്ലാത്ത വിമർശനങ്ങളും ഉണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഈ അത്ഭുത സംഭവങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണെങ്കിലും അത് ജനങ്ങളോട് പറയാൻ അവരെ കളവാക്കുമോ, അവർ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുമോ, അവർ അത്യധികം പരിഹസിക്കുമോ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുകയാണ്. പറഞ്ഞപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പരിഹസിക്കാനും കളിയാക്കാനും ആർത്തട്ടഹസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും മോശമാക്കി ചിത്രീകരിക്കാനും വേണ്ടി ഖുറൈശികൾ ഇതൊരു വലിയൊരു അവസരമായി വിനിയോഗിക്കുകയാണ്. അവിടെ അന്ന് വിശ്വാസികളായിരുന്ന ചിലരെ പോലും വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി ഖുറൈശികൾ ഈ ഒരു സംഭവത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ സംഭവം കൂടെ ഉണ്ടായിരുന്നവർ ചെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ നബി തങ്ങൾ പറഞ്ഞ പൂർണ്ണമായിട്ട് വാസ്തവമാണ്. നമ്മളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ പോലും ആകാശത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വരുന്നു, ആ വഹി അറിയിച്ചു കൊടുക്കുന്നു, ഓതിക്കൊടുക്കുന്നു, അത് നബി തങ്ങൾ കേൾക്കുന്നു, നമ്മൾ കേൾക്കാതിരിക്കുന്നു. ഇത്രയും വലിയ അത്ഭുതം നടക്കുന്ന തങ്ങൾക്ക് ഒന്ന് ആകാശത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ അത്യത്ഭുതമായി ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ വിശ്വാസത്തിന്റെ സമ്പൂർണത പ്രകടമാക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളുടെ നാവിലൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അസ്-സിദ്ദീഖ്, ഏറ്റവും കൂടുതൽ വാസ്തവമാക്കുന്നവർ, മുത്ത് തങ്ങളെ, മുത്ത് വിശ്വാസത്തെ വാസ്തവമാക്കുന്നവർ എന്ന പേര് കിട്ടിയത്. ഖുറൈശികൾ വല്ലാത്ത പരിഹാസം തുടർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ യാത്രയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റൊന്നും അറിയണ്ട. മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ മാസങ്ങളുടെ വഴിദൂരമാണ്. മാസങ്ങൾ ഞങ്ങളെ ഒട്ടകപ്പുറത്തും പിന്നെ കഴുതപ്പുറത്തും ഒക്കെ സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തുന്നത്. അത് ഞൊടിയിടയിൽ രാത്രി കണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം അറിയണം. ആ മസ്ജിദുൽ അഖ്സയെ പറ്റി, അതിൻ്റെ വാതിലുകളെ പറ്റി, ജനാലകളെ പറ്റി വിശദീകരിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഒരല്പം പരിങ്ങിപ്പോവുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു അവസ്ഥയിൽ അവിടെ കൊണ്ടുപോയി
എന്നിട്ട് ആകാശത്തേക്ക് കൊണ്ടുപോയ സമയത്ത് അതിൻ്റെ ജനലുകളും വാതിലുകളും എണ്ണാണെന്നും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നില്ലല്ലോ. പക്ഷേ അവരുടെ മുന്നിൽ പരിഹാസപാത്രമാകാൻ അള്ളാഹു അനുവദിക്കാത്തത് കൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മുന്നിൽ ഇങ്ങനെ മസ്ജിദുൽ അഖ്സ പ്രദർശിപ്പിച്ചു കൊടുത്തു. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വാതിലുകൾ എണ്ണി, അതിൻ്റെ തൂണുകൾ എണ്ണി, അതിൻ്റെ ജനാലകൾ എണ്ണിയിട്ട് അവരോട് വിശദീകരണം പറഞ്ഞപ്പോൾ പറഞ്ഞു, മസ്ജിദുൽ അഖ്സയുടെ കാര്യം അങ്ങ് പറഞ്ഞത് പൂർണ്ണമായ വാസ്തവമാണ്. പിന്നെയും അവർ കളവാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, ഞങ്ങളുടെ ഒരു കച്ചവട സംഘം, ഒരു ഒട്ടക സംഘം ഇത്രയും ദിവസത്തിന് മുമ്പ് ഒരു കച്ചവട യാത്രയിലാണ്. ആ കച്ചവടത്തിൽ അവരെന്നാണ് തിരിച്ചെത്തുക? ഇപ്പോൾ അവരെവിടെ എത്തി? ആകാശത്തിലൂടെ സ്വാഭാവികമായിട്ട് പോകുന്ന വ്യക്തി ഇതൊക്കെ കണ്ടു കാണുമല്ലോ. അതുകൊണ്ട് മുന്നിൽ വരുന്ന ഒട്ടകത്തിന് ഏത് കളറാണ്, അവരേത് അവസ്ഥയിലാണ് എത്തിയത്, ഏകദേശം ആ യാത്രയുടെ വരവനുസരിച്ച് അവർ എന്നാണ് ഇവിടെ എത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് അവർ എത്തിയിട്ടുണ്ട്, ഇന്ന ദിവസം അവർ മക്കയിലെത്തും, മുന്നിൽ വരുന്ന ഒട്ടകത്തിന് ഇന്ന കളറാണ്, ഇന്ന വ്യക്തിയാണ് ആ ഒട്ടകത്തിനെ നയിക്കുന്നത്, ഇങ്ങനെ എല്ലാ വിശേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുന്നാര നബിതങ്ങളെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞ ദിവസം തന്നെ ഒട്ടകം എത്തുമോ എന്നറിയാൻ ഖുറൈശികൾ ഒന്നടങ്കം പരിഹാസപാത്രമാക്കാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് വ്യത്യാസമില്ലാതെ പറഞ്ഞ ദിവസം, പറഞ്ഞ സമയം, പറഞ്ഞ ഒട്ടകം തന്നെ മുൻവശത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ജനങ്ങളുടെ മുന്നിൽ സമ്പൂർണമായി വാസ്തവമാക്കി കൊടുക്കുകയാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ഇസ്രാഇന്റെ മിഅ്റാജിന്റെ യാത്ര സംഘടിപ്പിച്ചത്? ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ അള്ളാഹു അങ്ങേയറ്റം തന്ത്രജ്ഞനാണ്. അള്ളാഹു അങ്ങേയറ്റം ജനങ്ങളോടുള്ള കാര്യത്തിൽ സമ്പൂർണ്ണ പാലിക്കുന്നവണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ ഒരാൾക്ക് പറയാൻ കഴിയില്ല, നീ ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ ഞങ്ങളാരും നിന്നെ കണ്ടിട്ടില്ലല്ലോ, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ ഞങ്ങളിൽ ഒരു വ്യക്തിയും സ്വർഗം കണ്ടിട്ടില്ലല്ലോ, നരകമുണ്ട്, ഹിസാബുണ്ട്, വിചാരണയുണ്ട്, ആകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ പറയപ്പെട്ടതല്ലാതെ ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ എന്ന് റബ്ബിനോട് ലോകത്ത് ഒരു മനുഷ്യർക്കും കാരണം പറയാനുണ്ടാകരുത്. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും വിശ്വസ്തരായ ഒരു നബിയെ ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുകയും ആ വിശ്വാസ്യത ജനങ്ങൾക്ക് സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തെളിവുകളും റെഡിയാക്കി വെച്ചിട്ട് ആ നബിയെ സമ്പൂർണമായി വിശ്വസ്തരുമാക്കിയിട്ട് ആ വിശ്വസ്തരായ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരും വിശ്വസ്തരും അങ്ങേയറ്റം സത്യസന്ധരുമായ നബിയെ തിരഞ്ഞെടുത്ത് ആ നബിയെ കൊണ്ടുപോയി ആകാശ ലോകങ്ങളിൽ ഉള്ള സകല അത്ഭുതങ്ങളും സ്വർഗവും നരകവും സാക്ഷാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ തന്നെയും കാണിച്ചു കൊടുത്ത് ഈ പറയപ്പെട്ടതും ലോകത്തുള്ള എല്ലാ നബിമാരും ഇതുവരെ പ്രബോധനം ചെയ്തതുമെല്ലാം വാസ്തവമാണ്, അത് മനുഷ്യരാശിയിൽ ഏറ്റവും വിശ്വസ്തരായ നബിയെ തന്നെ ഞാൻ കാണിച്ച് അത് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന് മനുഷ്യരാശികളോടൊന്നടങ്കം പറയാനും തെളിവാക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഇസ്രാ യാത്ര, മിഅ്റാജ് യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തരപ്പെടുത്തി കൊടുത്തതും നബി തങ്ങളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നതും. അതത്ര കണ്ട് അത്ഭുതമാണ്. അള്ളാഹു അത് പരിശുദ്ധമായ ഖുർആനിൽ വിശദീകരിക്കുന്നുമുണ്ട്. അത്ര കണ്ട് അള്ളാഹു തിരഞ്ഞെടുത്ത ഏറ്റവും ഉത്തമരായ നബി ആ തങ്ങൾക്ക് സ്വലാത്തു ചൊല്ലി പരിശുദ്ധമായ മിഅ്റാജിനെയും ഇസ്രായിനെയും അനുസ്മരിച്ച് ഈ റബീഉൽ അവ്വൽ നമുക്ക് സ്വലാത്തു ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.